അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി. പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യം മാനിച്ചുകൊണ്ടാണ് മത്സരിക്കാനുള്ള തീരുമാനമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. കർണാടകയോടും തമിഴ്നാടിനോടും അടുത്ത് കിടക്കുന്ന മണ്ഡലമായതിനാലാണ് വയനാട് തെരഞ്ഞെടുത്തത്. അതേസമയം അമേഠിയിൽ തോൽവി ഭയന്നാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് ബിജെപി പരിഹസിച്ചു. 9 ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ടാണ് വയനാട്ടിൽ മത്സരിക്കാനുള്ള കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും എ കെ ആന്റണിയും രാവിലെ കൂടിക്കാഴ്ച നടത്തുന്നു. രൺദീപ് സിംഗ് സുർജേവാലയുടെ വാർത്താ സമ്മേളനത്തിന് പകരം കോൺഗ്രസിന്റെ പ്രത്യേക വാർത്താ സമ്മേളനവും. ഇതോടെ രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായി. Rahul Gandhi will contest from Wayanad parliamentary constituency from Kerala. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന 3 PCCകളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് തീരുമാനം. കർണാടകയിലെ ചാമരാജ് നഗർ, തമിഴ്നാട്ടിലെ തേനി ഉൾപ്പെടെയുള്ള 2 സംസ്ഥാനങ്ങളിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളുമായി അതിർത്തി പങ്കിടുന്നതിനാലാണ് മത്സരിക്കാൻ വയനാട് തെരഞ്ഞെടുത്തതെന്നാണ് വിശദീകരണം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ ബിജെപിയുടെ പരാജയമാണ് ലക്ഷ്യമെന്ന കോൺഗ്രസ് വാദം പൊളിഞ്ഞെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. The decision of the Congress party goes against the own commitment, the declared commitment that they are fighting the BJP. അമേഠിയിൽ തോൽവി ഭയന്നുകൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന പ്രചരണം ബിജെപി മറുവശത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. अमेठी से असहज, असुरक्षित और असहाय राहुल गांधी सुदूर दक्षिण के केरल में वायनाड चले गए. उत्तर भारत से सुदूर दक्षिण भारत इतनी लंबी यात्रा हो गई, जबकि अमेठी तो रायबरेली उनके पॉकेट बरो कहा जाता था कि हमारे खानदानी पैतृक जगह है. तो मित्रों, सबसे पहली मेरी टिप्पणी यह है, डूबते जहाज को देकर कप्तान भागा. द कैप्टन रन अवे आफ्टर नोटिसिंग द सिंकिंग शिप. असहाय, असुरक्षित राहुल गांधी अमेठी को छोड़कर सुरक्षा की आस में चले गए हैं वायनाड केरला में. 3-ാം തീയതി പ്രത്യേക വിമാനത്തിലെത്തിയാകും രാഹുൽ നാമനിർദ്ദേശ പത്രിക നൽകുക. ബിജെപിക്കെതിരെ രാജ്യം ഒന്നിക്കണമെന്ന സന്ദേശത്തെ ഗ്രൂപ്പ് പോരിന് മറയിടാൻ ബലി കൊടുത്ത കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും ആര് മാപ്പ് നൽകിയാലും ചരിത്രം മാപ്പ് നൽകില്ല. ദില്ലിയിലെ AICC ആസ്ഥാനത്ത് നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഹുൽ ഗാന്ധി ബിജെപിയോടാണ് മത്സരിക്കുന്നതെങ്കിൽ എന്തിനാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ ഗാന്ധിയുടെ വരവിനെ പ്രത്യേകമായി കാണുന്നില്ലെന്നും ഇടതുപക്ഷത്തെ നേരിടുന്ന 20 സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രമായി രാഹുലിനെ കാണുന്നുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആര് വന്നാലും നേരിടാനുള്ള കരുത്ത് LDF-നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വരവിനെ പ്രത്യേകമായി LDF കാണുന്നില്ല. 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രമായിട്ടേ രാഹുൽ ഗാന്ധിയെയും കാണുന്നുള്ളൂ. വയനാട്ടിലേക്ക് രാഹുൽ വരുന്നതിലൂടെ പോരാട്ടം LDF-മായിട്ടാണ്. BJP-യുമായിട്ടാണ് പോരാട്ടം ലക്ഷ്യമിട്ടതെങ്കിൽ കേരളത്തിലേക്ക് എത്തുമായിരുന്നില്ലല്ലോ എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പായി ഇവിടെ 20 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുണ്ട്, UDF-ന് സ്ഥാനാർത്ഥികളുണ്ട്. അതിലൊരാളായി രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ മത്സരിക്കുന്നു. അതിന് പ്രത്യേകമായ മാനങ്ങൾ എന്തെങ്കിലും കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. BJPക്കെതിരെയുള്ള പോരാട്ടമാണ് രാഹുൽ നടത്തുന്നതെങ്കിൽ അതിൽ BJPയുമായിട്ടാണല്ലോ മത്സരിക്കേണ്ടത്. ഇവിടെ മത്സരം BJPയുമായല്ലോ. വയനാട്ടിലെ മത്സരം അവിടെയും BJPയുടെ മുന്നണിയിലെ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കാം, പക്ഷേ അത് BJPയുമായുള്ള മത്സരമാണെന്ന് ആരും പറയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള മത്സരമാണത്. ഫലത്തിൽ ഇടതുപക്ഷത്തിനെതിരെയുള്ള മത്സരമാണ്. LDF-നെ പരാജയപ്പെടുത്താനാകുമോ എന്ന ശ്രമമാണ് UDF നടത്തുന്നത്. ആര് വന്നാലും അതിനെ നേരിടാനുള്ള കരുത്ത് LDF-നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിന് ചുറ്റും മത്സരിക്കുന്നവർ ആരെല്ലാമാണ് എന്ന് ജനങ്ങൾക്കറിയാം. BJPക്ക് UPയിൽ വിജയിക്കാൻ കഴിയുകയില്ല. അമേഠിയിലും BJP വിജയിക്കുമെന്ന് കരുതുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. താൻ അമേഠിയിലെ MP തന്നെയായിരിക്കുമെന്നാണ് രാഹുൽ പറയുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. BJP അധികാരത്തിൽ വന്നാൽ ജനാധിപത്യം തകരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് LDF സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്തെന്ന് ജനങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേരളത്തിൽ രാഹുലിന്റെ വരവ് ചലനങ്ങൾ സൃഷ്ടിക്കില്ലെന്നും ആരാണ് കോൺഗ്രസിന്റെ ശത്രുവെന്ന് അവർ തന്നെ പറയട്ടെയെന്നും യെച്ചൂരി പറഞ്ഞു. തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി സി ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നെയ്യാറ്റിൻകരയിൽ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇടതുപക്ഷത്തിന്റെ മുഖ്യ ലക്ഷ്യം മോദിയെ തോൽപ്പിക്കുക എന്നതാണ്. എന്നാൽ കോൺഗ്രസിന്റെ തീരുമാനം അവർ പറയണമെന്നും യെച്ചൂരി പറഞ്ഞു. രാഹുലിന്റെ വരവ് കേരളത്തിൽ പ്രത്യേക ചലനങ്ങളൊന്നും സൃഷ്ടിക്കില്ലെന്നും യെച്ചൂരി പ്രതികരിച്ചു. Our priorities are clear, to defeat the BJP. Now let the Congress decide what its priorities are. In Kerala, well, the whole of the country, the fight is against the BJP. In Kerala, it has traditionally been the fight between the LDF and the UDF. Now, in that sort of a fight, what is the message they want to give? It's their decision. RSS അജണ്ട നടപ്പാക്കി കഴിഞ്ഞ 5 വർഷക്കാലം മോദി ഇന്ത്യയെ തകർക്കുകയാണ് ചെയ്തത്. രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാത്ത സർക്കാരിനെ പുറത്താക്കുക എന്നത് രാജ്യത്തിന്റെ ഉടമകളായ ജനങ്ങളുടെ കടമയാണെന്നും ഇതിനായി തിരുവനന്തപുരത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സി ദിവാകരനെയും കേരളത്തിലെ മറ്റ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും യെച്ചൂരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ LDF പരാജയപ്പെടുത്തുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അമേഠിയിൽ പരാജയപ്പെടുത്തുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നത്. അമേഠി പോലും കിട്ടുമെന്ന് ഉറപ്പില്ല. സ്വന്തം സീറ്റ് നിലനിർത്താൻ കഴിയാത്തവർ എങ്ങനെ BJPക്ക് ബദലാകുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചു. കേരളത്തിൽ മത്സരിക്കാൻ വയനാടിനെ തെരഞ്ഞെടുത്തത് അമേഠി സ്ഥിരമായി ജയിച്ചു വരുന്നൊരു മണ്ഡലം പരാജയപ്പെടുമെന്ന് ഉറപ്പായതുകൊണ്ടാണ്. സ്വന്തം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാതെ മറ്റൊരു സംസ്ഥാനത്തെ മണ്ഡലത്തിലേക്ക് വരിക എന്നുള്ളത് കോൺഗ്രസിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് പോലും അമേഠി പോലും കിട്ടാൻ പോകുന്നില്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സ്വന്തം സീറ്റ് പോലും ആത്മവിശ്വാസമില്ലാത്ത രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് BJPക്കെതിരായിട്ട് ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കുക? കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുകയാണോ കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് BJPക്കെതിരെയാണെന്നും കാരാട്ട്. കേരളത്തിൽ LDF പൂർണ്ണ വിജയം കൈവരിക്കും. വയനാട് അടക്കമുള്ള 20 സീറ്റും LDFന് തന്നെയായിരിക്കുമെന്നും കാരാട്ട് പറഞ്ഞു. The declared commitment of the Congress party that it is going to fight the BJP and defeat it. Rahul Gandhi fighting would mean they're going to fight the left and the Left and Democratic Front, LDF. They're not going to fight the BJP because in Wayanad and as you know in the rest of Kerala, the BJP is hardly a force. So Rahul Gandhi's candidature in Wayanad will be as part of the UDF. The LDF is going to fight the UDF and we will ensure the defeat of the UDF in all the constituencies including Wayanad. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി സജീവമായതാണ് LDF സ്ഥാനാർത്ഥി PP സുനീർ. 3 ആഴ്ച പിന്നിടുമ്പോൾ മണ്ഡലത്തിൽ എല്ലായിടത്തും അദ്ദേഹം എത്തി ഭവന സന്ദർശനങ്ങൾ നടത്തി. UDFൽ രാഹുലിന്റെ വരവും ഗ്രൂപ്പ് പോരും ചർച്ചയായപ്പോൾ ചിട്ടയോടെയുള്ള പ്രചരണത്തിലായിരുന്നു LDF. ലോക്സഭാ നിയോജക മണ്ഡലം കൺവെൻഷനുകൾ കഴിഞ്ഞു. ലോക്കൽ തല ബൂത്ത് തല കൺവെൻഷനുകളും പിന്നിട്ട് കുടുംബയോഗങ്ങളിലും ഭവന സന്ദർശനങ്ങളിലുമാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി PP സുനീർ. വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രചരണത്തിൽ മേധാവിത്വം LDFന് തന്നെ. 3 ആഴ്ചയായി എതിരാളികളില്ലാത്ത ചിട്ടയായ പ്രവർത്തനം. ഒരു ഭാഗത്ത് ഗ്രൂപ്പ് പോരും വിവാദങ്ങളും മുറുകുമ്പോൾ വിജയം മാത്രം ലക്ഷ്യമാക്കിയാണ് LDF പ്രചരണം. നാട്ടുകാരനും സുപരിചിതനുമായ PP സുനീറിന് ഹൃദ്യമായ വരവേൽപ്പാണ് എങ്ങും. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം കൊണ്ടും കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടതുപക്ഷം ബഹുദൂരം മുമ്പിലാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഇനി ഒരു കാരണവശാലും ഇടതുപക്ഷത്തോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രംഗത്തും എത്തിച്ചേരാൻ UDFന് സാധിക്കുകയില്ല. ആ ദയനീയാവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാളെ കേരളത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ UDF തീരുമാനിക്കുന്നത്. തീർച്ചയായും ചരിത്രപരമായ മണ്ടത്തരമാണ് രാഹുൽ ഗാന്ധിയും. ദേശീയ രാഷ്ട്രീയത്തിൽ BJPയോട് എതിരിടാതെ സുരക്ഷിത മണ്ഡലം തേടി രാഹുൽ എത്തുന്നത് അഭിപ്രായ ഭിന്നത സൃഷ്ടിച്ചു കഴിഞ്ഞു വയനാട്ടിലും. കഴിഞ്ഞ 10 വർഷത്തെ പാഴായ വികസന മോഹങ്ങളും LDF സർക്കാരിന്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമെല്ലാം ഉയർത്തിക്കാട്ടിയാണ് LDF പ്രചരണം. ഇതിനിടെ മണ്ഡലത്തിലെ മിക്കയിടങ്ങളിലും LDF സ്ഥാനാർത്ഥി എത്തിയപ്പോൾ നിർജീവമായ പ്രവർത്തനം രാഹുലിനെ മാത്രം ചൂണ്ടിക്കാട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയെന്ന അവസ്ഥയിലാണ് UDF ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, വയനാട്.
വയനാട്ടിൽ രാഹുൽ ഗാന്ധി വിജയിക്കാൻ പോകുന്നില്ലെന്ന് മന്ത്രി എ.കെ. ബാലൻ. ആദിവാസിയായ ജോഗിയെ വെടിവെച്ചു കൊന്നത് ആന്റണി സർക്കാരിന്റെ കാലത്താണ്. അതൊന്നും ആരും മറന്നിട്ടില്ല. അതിനാൽ രാഹുലിന് വയനാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യില്ല. രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് പറയാനാവില്ലെന്നും കോൺഗ്രസ് അധികാരത്തിൽ വരില്ലെന്നും എ.കെ. ബാലൻ പ്രതികരിച്ചു. അതേതര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ? അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലല്ല. ഇവിടെ VP സിംഗിന്റെ ഭരണം വന്നിട്ടുണ്ട്, ഗൗഡന്റെ ഭരണം വന്നിട്ടുണ്ട്, പിന്നെ ചന്ദ്രശേഖരന്റെ ഭരണം വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങളാരും ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല ഇയാളാണ് പ്രധാനമന്ത്രിയാകുക. അങ്ങനെ രാജ്യത്തെ ജനത തീരുമാനിച്ചിട്ടില്ല. BJPയെയും RSSനെയും പേടിച്ച് മുസ്ലിം ലീഗിന്റെ കയ്യും കാലും പിടിക്കേണ്ടുന്ന ഒരു ഗതികേട്, ഇതുപോലെ ഒരു നാണക്കേട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉണ്ടായതിൽ വല്ലാതെ വേദനയുണ്ട്. വയനാട്ടിൽ വിജയിച്ചാലും രാഹുൽ മണ്ഡലം നിലനിർത്തില്ല. അമേഠിയിൽ നിന്നുള്ള MP ആയി തുടരുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. വിജയിച്ചാൽ രാഹുൽ വയനാട് നിലനിർത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും കരുതുന്നില്ല. വയനാട്ടിൽ മത്സരിച്ചു വിജയിച്ചാലും മണ്ഡലം നിലനിർത്തില്ലെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ സൂചനകൾ നൽകിയിരുന്നു. മാർച്ച് 29-ന് ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ ഉത്തർപ്രദേശിലെ MP ആയി തുടരുമെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. അമേഠിയാണ് തന്റെ കർമ്മഭൂമി എന്നായിരുന്നു രാഹുൽ വ്യക്തമാക്കിയത്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലും കോൺഗ്രസ് വ്യക്തമാക്കുന്നത് രാഹുൽ വയനാട് നിലനിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ്. राहुल जी ने अनेकों बार कहा है और कि अमेठी उनकी कर्म भूमि है. अमेठी के लोगों का प्यार और स्नेह राहुल गांधी जी के लिए बेजोड़ है. രാഹുൽ മണ്ഡലം നിലനിർത്തില്ല എന്ന് ഇപ്പോൾ സൂചിപ്പിച്ചാൽ തിരിച്ചടിയാകുന്നതിനാൽ തന്ത്രപൂർവമായാണ് കോൺഗ്രസിന്റെ മറുപടി. That's why Rahul ji has said, I will represent Amethi, but I will also represent the southern states, for they are an important part of India's way of life and India's way forward. കേരളത്തിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തുമ്പോഴും വിജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലം നിലനിർത്തുമെന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കൾ പോലും ധൈര്യപ്പെടില്ലെന്നുറപ്പ്. രാഹുൽ ഗാന്ധിക്കായി വോട്ട് ചോദിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിജയിച്ചാൽ വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി നിലനിർത്തുമോ എന്ന ചോദ്യത്തിനും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ദില്ലിയിലെ AICC ആസ്ഥാനത്തു നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. വയനാട് സീറ്റിൽ എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. മണ്ഡലം BJPക്ക് വെച്ചുമാറാനും തയ്യാറാണ്. വയനാട് സീറ്റിൽ ആര് മത്സരിക്കുമെന്ന് അമിത്ഷാ തീരുമാനിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചു. അദ്ദേഹം അമിത്ഭായിയോട് സംസാരിച്ച ശേഷം മാത്രമേ എനിക്കൊരു ഫൈനൽ ഡിസിഷൻ അതിനകത്ത് പറയാൻ പറ്റൂ. അദ്ദേഹം തീരുമാനം എടുക്കും. മാറുമെന്നുള്ള സിറ്റുവേഷൻ ആയില്ലല്ലോ. മാറി കഴിഞ്ഞിട്ടല്ലേ എനിക്ക് വിട്ടുകൊടുക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ ഇങ്ങനെ സിറ്റുവേഷൻ വന്നു നിൽക്കുന്നു. അവിടെ ഇപ്പൊ ഈ സിറ്റുവേഷൻ വന്നു നിൽക്കുന്നു. ഇപ്പൊ അമിത്ഭായ് പറയുകയാണ് ഒരു BJPയുടെ ഏറ്റവും സീനിയർ ലീഡർ അവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ആ സീറ്റ് വിട്ടുകൊണ്ട് വന്നാൽ വിട്ടുകൊടുക്കും. രാഹുൽ ഗാന്ധി ജയിക്കുകയാണെങ്കിൽ വയനാട് നിലനിർത്താൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ. കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി BJP തന്നെയാണെന്നും ഉത്തരേന്ത്യയ്ക്കൊപ്പം ദക്ഷിണേന്ത്യയിലും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉറപ്പാക്കുക മാത്രമാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലൂടെ നൽകുന്ന സന്ദേശമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനത്തും അദ്ദേഹം ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തും ഈ തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ എതിരാളി ഒരു സംശയവും വേണ്ട. ഞങ്ങളുടെ മുഖ്യ എതിരാളി BJP ആണ്, RSS ആണ്, സംഘപരിവാറാണ്, ശ്രീ മോഡിയാണ്. ഞങ്ങൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നാവശ്യപ്പെട്ടതുപോലെ തന്നെ രണ്ടിടത്തും ജയിച്ചു കഴിയുമ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്ന വയനാട് അദ്ദേഹം തുടരണമെന്ന ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇത് KPCCക്ക് ഏറെ അഭിമാനമാണെന്നും മുല്ലപ്പള്ളി പ്രതികരിച്ചു. എല്ലായ്പ്പോഴും ഞാൻ ശുഭാപ്തി വിശ്വാസിയായിരുന്നു. അദ്ദേഹം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തെക്കുറിച്ച് തുടക്കത്തിലെ തന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. ഏതായാലും കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെല്ലാം തന്നെ സന്തോഷത്തിൻ്റെ ഉച്ചകോടിയിൽ എത്തിച്ചുകൊണ്ടാണ് ഈ പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇതൊരു അഭിമാന മുഹൂർത്തമായിട്ട് കാണുന്നു. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ ഭാര്യയുടെ വാർഷിക വരുമാനത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായത് 16 മടങ്ങ് വർധനവ്. അമിത്ഷായുടെ നിലവിലെ ആസ്തി 31 കോടി രൂപയാണെന്നും തനിക്കെതിരെ 4 ക്രിമിനൽ കേസുകൾ ഉണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. അമിത്ഷായുടെ ഭാര്യ സൊനാൽ ഷാക്കി 2013-2014 കാലഘട്ടത്തിൽ
14,55,637 രൂപ വരുമാനമുണ്ടായിരുന്നു. 2014-2015 കാലഘട്ടത്തിൽ അത് 39,75,970 രൂപയായി വർദ്ധിച്ചു. എന്നാൽ 2015-2016 കാലഘട്ടത്തിൽ ഇത് 1 കോടി രൂപയായി. എന്നാൽ നിലവിലെ വാർഷിക വരുമാനം 2.3 കോടി രൂപയാണ്. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടെ വാർഷിക വരുമാനത്തിലുണ്ടായത് 16 മടങ്ങ് വർധനവ്. അതോടൊപ്പം അമിത്ഷായ്ക്ക് 31 കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. 2013 തന്റെ അമ്മ കുസുംഷയുടെ മരണശേഷം 23 കോടി രൂപ തനിക്ക് ലഭിച്ചതായും സത്യവാങ്മൂലത്തിൽ പറയുന്നു. 2013-2014 കാലയളവിൽ അമിത്ഷായുടെ വരുമാനം 41,93,218 രൂപയായിരുന്നെങ്കിൽ 2017-2018 കാലയളവിൽ അത് 53,90,970 രൂപയായി വർദ്ധിച്ചു. അതോടൊപ്പം 4 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്നും അമിത്ഷാ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. പ്രസംഗത്തിലെ തീവ്ര പരാമർശവുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തേത് അപകീർത്തി പരാമർശത്തിന്റെ പേരിലാണ്. മറ്റു 2 കേസുകളും ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോൾ ചെരുപ്പ് ധരിച്ചതിനും ലാലു പ്രസാദിനെ ചാരാച്ചോർ എന്ന് വിശേഷിപ്പിച്ചതിനുമാണെന്ന് നാഷണൽ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നു. BJPയുടെ മുതിർന്ന നേതാവും സ്ഥാപക അംഗവുമായ LK അദ്വാനി മത്സരിക്കുന്ന ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ അദ്ദേഹത്തെ തഴഞ്ഞാണ് അമിത്ഷാ ഇത്തവണ മത്സരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തൊടുപുഴയിൽ 7 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കുട്ടിയുടെ അമ്മയ്ക്കെതിരെയും കേസെടുക്കും. മർദ്ദന വിവരം മറച്ചുവെച്ചതിനാണ് കേസ്. അതേസമയം കുഞ്ഞിന്റെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. ഇപ്പോൾ സീതാറാം യെച്ചൂരി തിരുവനന്തപുരത്ത് സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. The last 5 years of this Modi government has been unmitigated disaster and economic misery levels of crores of Indian people has increased manifold. For that reason alone, this government must be defeated. എന്താണ് പിന്നിട്ട് അവസാനത്തെ 5 വർഷം രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ മേഖലയിലും പ്രയാസങ്ങൾ, ദുരിതങ്ങൾ വർദ്ധമാനമായ നിലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കർഷകർ അവർ അന്നദാതാക്കളാണ്. അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ വിവിധ നിലയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കുകയായിരുന്നു. അവർ വഞ്ചിക്കപ്പെടുകയായിരുന്നു. യുവാക്കൾ ഇന്ന് തൊഴിലില്ലായ്മ കഴിഞ്ഞ 45 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് മാറിയിരിക്കുന്നു. അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലായില്ലെന്ന് മാത്രമല്ല, യുവാക്കളും ഏറെ പ്രയാസകരമായ സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. അസംഘടിത തൊഴിൽ മേഖലയിൽ പ്രയാസം നിലനിൽക്കുന്നു. അസംഘടിത തൊഴിൽ മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു. വ്യവസായ മേഖല തകർച്ചയെ അഭിമുഖീകരിക്കുന്നു. ഇന്ത്യയുടെ GDP ഓരോ ദിവസം പിന്നിട്ട നാളുകളിൽ തകർച്ചയെ അഭിമുഖീകരിക്കുന്നതിനൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ജനതയെ ദാരിദ്ര്യം വലിയ നിലയിൽ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊരു മാറ്റം അനിവാര്യമാണ്. But on the other hand, there is another reason, important reason why this government will have to be defeated. That is the sort of communal polarization that they have been doing that has destroyed the unity of our social fabric. You are all in Kerala. You are very fortunate that your society in Kerala has the best, most harmonious relationship between different religious communities, different castes, different groups, and they have been coexisting for long. But in rest of the country, the whole effort of this government has been to divide the people using communal polarization. Private armies have developed all over the BJP ruled states with the patronage of the BJP central government and the state governments that have carried out murderous attacks in the name of cow protection against Muslims and against the Dalits. In the name of moral policing, they are telling, these private armies, they are telling what our children should wear, what they should eat, who can they befriend. All these decisions the BJP RSS will take on behalf of our children and our youth. If you don't accept it, then they attack you. With this sort of communal polarization on the rise, poisoning the atmosphere in the country, what we have seen is the spread of an atmosphere of hate and violence, leading up to mass lynchings, mob lynchings, and these sort of a thing are actually tearing apart our society. If we want the cohesion of Indian society, cohesion of like what you have here in Kerala, then for that reason alone, this government and the BJP and the RSS should not be allowed to control the central government.
എന്തുകൊണ്ടാണ് ഈ സർക്കാർ പുറത്താക്കപ്പെടേണ്ടത്? ഈ സർക്കാർ, മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, അവർ വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇവിടെ നിങ്ങൾ സ്നേഹത്തോടെ സഹവർത്തിക്കുന്നു. പശുവിന്റെ പേരിൽ ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുന്നത് നിങ്ങൾ കാണുകയാണ്. വിദ്വേഷത്തിന്റെ പേരിൽ, വെറുപ്പിന്റെ പേരിൽ ആളുകൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് RSS നിശ്ചയിക്കുന്ന നിലയിലേക്ക് വരികയാണ്. സദാചാര പോലീസിനെ വ്യാപിപ്പിച്ചുകൊണ്ട് എന്ത് വസ്ത്രം ധരിക്കണമെന്ന്, എങ്ങനെ ജീവിക്കണമെന്ന് RSS നിശ്ചയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇവിടെ പ്രൈവറ്റ് സേനയുണ്ടാക്കിക്കൊണ്ട്, സ്വകാര്യ സേനയുണ്ടാക്കിക്കൊണ്ട് ജനവിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുന്നു, നിത്യസംഭവമാകുകയാണ്. ആൾക്കൂട്ടക്കൊലയും അക്രമവും തുടർച്ചയായ കഥകളായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു അന്ത്യം കുറിക്കണമെങ്കിൽ RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിൽ ഉണ്ടായിക്കൂടാ. But at the same time, there is another reason. There are many reasons why this Modi government must be defeated and not allowed to come back to government. And one of that is that the BJP candidate in Kerala, I am told, I read it in the newspapers in Delhi, he has promised, if people in Kerala elect him, that he will provide best quality beef to the people in Kerala. The BJP is attacking and killing people who have even allegations, suspicion of holding beef in other parts of the country. But in the northeast, in Goa and in Kerala, they are the biggest champions of beef and beef eating. സീതാറാം യെച്ചൂരി സംസാരിക്കുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. കട്ടപ്പന നന്ദല ജി മാർട്ടിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ബമ്പർ സമ്മാന നറുക്കെടുപ്പ് നടന്നു. കട്ടപ്പന സ്വദേശി ജിൻസ് ജോസഫാണ് ഭാഗ്യശാലി. ബമ്പർ സമ്മാനമായ മാരുതി ആൾട്ടോ കാറാണ് ജിൻസ് ജോസഫിന് ലഭിച്ചത്.